വേറിട്ട തലത്തിൽ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ മേരി ജോർജ് ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഡോക്ടർ വർഗീസ് ജോർജ്. തിരുവല്ല മാർത്തോമ കോളേജിൽ അധ്യാപകനായിരുന്ന ഡോക്ടർ വർഗീസ് ജോർജ് നിലവിൽ കേരള സ്റ്റേറ്റ് ആസൂത്രണ ബോർഡിൽ അംഗമാണ്. കൂടാതെ തിരുവല്ലയിൽ ഡോക്ടർ എം തോമസ് സ്ഥാപിച്ച തിരുവല്ല എക്യുമെനിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ്. സഭയിലും സമൂഹത്തിലും ക്രിയാത്മകമായ സംഭാവനകൾ നൽകുന്ന ഡോക്ടർ വർഗീസ് ജോർജിനെ ആശംസകൾ അർപ്പിക്കുവാൻ ക്ഷണിക്കുന്നു. അഭിമന്യ തിരുമേനി, ഐസക് മാർ ഫിലിക്സിനോസ് തിരുമേനി, ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഡോക്ടർ എം എ ഉമ്മൻ, ഡോക്ടർ ജോർജ് മാത്യു, ഡോക്ടർ മേരി ജോർജ്, ജോൺ ഷാവുമേൽ, ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാർ, ചർച്ച് കമ്മ്യൂണിറ്റിയിലാണ് രൂപപ്പെട്ടത്. കഴിഞ്ഞ 2 സഹസ്രാബ്ദങ്ങളിൽ ചർച്ചിൻ്റെ എവല്യൂഷൻ, അത് രൂപപ്പെട്ട രാഷ്ട്രീയ പരിസരം, സെക്കുലർ ഐഡിയോളജീസുമായിട്ടുള്ള അതിൻ്റെ അഭിമുഖം, ഇതെല്ലാമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ ചില വിചാരങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിലും ഈ ചർച്ച സംഗതമാകണമെങ്കിൽ, പ്രസക്തമാകണമെങ്കിൽ എന്തായിരിക്കണം? ഒന്ന്, റെസിസ്റ്റൻസിൻ്റെ ഒരു ചർച്ച് രൂപപ്പെടണം. 2025 എന്ന് പറയുന്നത് ലോകത്ത് നാസിസവും ഫാഷിസവും രൂപപ്പെട്ടതിൻ്റെ 100 വർഷം തികയുകയാണ്. 1925 ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചർച്ചാണ്. ആ ചർച്ചിനോട് അദ്ദേഹം പറഞ്ഞത്, വരുന്ന ലോകത്തിൽ ഭാവിയിൽ രക്ഷകനായിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചുകൊള്ളൂ, പക്ഷെ ജർമ്മനിയിൽ സേവ്യറായി, രക്ഷകനായി എന്നെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. 3 വൈദികർ, പാസ്റ്റർ നിമളർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 3 വൈദികർ, ഒരു കാൽവിനിസ്റ്റ്, ഒരു ലൂതറൻ, ഇത് രണ്ടും അല്ലാത്തൊരു യുണൈറ്റഡ് ചർച്ച് ക്രിസ്ത്യൻ. അവർ 3 പേരും കൂടി ബാർമൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാമാണ്. അവരവിടെ ഇച്ചിരി പ്രഖ്യാപനം നടത്തി. അതിൻ്റെ പേര് ബാർമൻ സിനഡ് എന്നാണ്. അവിടെ ബിഷപ്പില്ല, മറ്റു വൈദികരില്ല, പക്ഷെ ബാർമൻ സിനഡ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഞങ്ങൾ യേശു കർത്താവിനെ അല്ലാതെ ആരെയും ഞങ്ങൾ ഈ ഭൂമിയിൽ രക്ഷകനായി അംഗീകരിക്കുകയില്ല എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. ഈ 3 പേരെയും ഹിറ്റ്ലർ, ഈ 3 വൈദികരെയും ഹിറ്റ്ലർ അറസ്റ്റ് ചെയ്ത്, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്ന 1944 വരെ 20 വർഷക്കാലം ഇവർ ജയിലിലായിരുന്നു. അന്ന് ജർമ്മനിയിലെ മെയിൻ സ്ട്രീം ചർച്ച ചോദിച്ചു, മുഖ്യധാര സഭകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ 3 പേരാരാണ്? അവരെല്ലാവരും ഹിറ്റ്ലറിൻ്റെ കൂടെയായിരുന്നു. പക്ഷേ ഹിറ്റ്ലർ പരാജയപ്പെട്ട് നാസിസവും ഫാഷിസവും അവസാനിച്ചപ്പോൾ ജർമ്മനിയിലെ സഭകൾ പശ്ചാത്തപിച്ചു. അവർ പറഞ്ഞത്, ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഞങ്ങൾ ഈ പ്രതിരോധത്തിൻ്റെ കൂടെ നിൽക്കേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഫാഷിസവും നാസിസവും പുതിയ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യയിൽ ഉൾപ്പെടെ, യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ പോപ്പുലിസം എന്നുള്ള ഐഡിയോളജിയുടെ മറവിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചർച്ച് റെലവൻ്റ് ആകണമെങ്കിൽ സ്വാതന്ത്ര്യം, ദൈവം സൃഷ്ടിച്ച, ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യം, സലോമോനച്ചൻ പ്രാർത്ഥിച്ചപ്പോൾ whatever is true, whatever is just, whatever is lovely, whatever is of beauty, meditate on these things. ദൈവം നമ്മളെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ സൃഷ്ടിച്ചു. ആ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന ഏത് ഘടനകളോടും റെസിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആധുനിക സമൂഹത്തിൽ ചർച്ചിനെ നമുക്ക് സംഗതമാക്കി നിലനിർത്താൻ സാധിക്കും. രണ്ടാമതായി, ഈ ഭാവിയിൽ ചർച്ച് ഇനി റെലവൻ്റ് ആകണമെങ്കിൽ ചർച്ച് ലിബറേറ്റീവ് ആകണം. വിമോചകമായ ഒരു ദർശനം സഭയ്ക്കുണ്ടായിരിക്കും.
ലാറ്റിൻ അമേരിക്കയിലാണല്ലോ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്നത്. അവിടെ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ചർച്ചും സ്റ്റേറ്റും തമ്മിൽ ഒരു അച്ചുതണ്ടുണ്ടായിരുന്നു. ചർച്ചിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും സ്റ്റേറ്റ് ചെയ്തു കൊടുക്കും. സ്റ്റേറ്റിൻ്റെ ഏകശാസനത്തെ, സാമ്രാജ്യത്വത്തെയും ഏകാധിപതികളെ എല്ലാം സഭ പിന്താങ്ങും. അതുകൊണ്ട് ചർച്ചിൻ്റെ സാധാരണക്കാർ ചർച്ചിൽ നിന്ന് അന്യവൽക്കരിച്ചിരുന്നു. ഇതുപോലെ ഇന്നീക്വാളിറ്റിയുള്ളൊരു സമൂഹം ഇല്ലായിരുന്നു. പക്ഷേ 1962 കൂടിയ വത്തിക്കാൻ കൗൺസിലും 68 ലാറ്റിൻ അമേരിക്കയിലെ ബിഷപ്സിൻ്റെ മെഡലിൻ കോൺഫറൻസും പറഞ്ഞു, ചർച്ച് ഈസ് ഫോർ ദ പുവർ. ചർച്ച് ദരിദ്രർക്ക് വേണ്ടി അല്ല, ചർച്ച് ദരിദ്രർക്ക് വേണ്ടി തന്നെയാണ്. The God's preferential option for the poor. We have to bring the poor to the center of politics and society. ദരിദ്രനെ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കേന്ദ്രത്തിൽ കൊണ്ടുവരണം, അവനുവേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ഇളകി മറിഞ്ഞു. കോടിക്കണക്കിന് കത്തോലിക്കർ താമസിക്കുന്ന ലാറ്റിൻ അമേരിക്കയിൽ അവർക്കൊരു പുതിയ വിശ്വാസ പ്രഖ്യാപനം കിട്ടി. സഭ ഞങ്ങളുടേതാണ്. ഏകാധിപതികളെ, ഏകശാസനങ്ങളെ ഒക്കെ ഒരു അട്ടിമറിച്ചു. ഇന്നും പ്രസിഡൻ്റായിരിക്കുന്ന ബ്രസീലിൻ്റെ ലുള, ഇവ മൊറൈൽസ് 7 രാഷ്ട്രങ്ങളിൽ ഏകാധിപതികളെ അട്ടിമറിച്ചുകൊണ്ട് വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ആ പാഠങ്ങളിലൂടെ കടന്നു വന്നവർ അവിടുത്തെ രാഷ്ട്രത്തിൻ്റെ അധ്യക്ഷന്മാരായി. സഭ ലിബറേറ്റീവായിട്ടുമാണ്. എം സാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യൻ സമൂഹത്തിൽ ഇന്നീക്വാളിറ്റി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1% of the population has appropriated 70% of the growth results in the last 2 decades. കഴിഞ്ഞ 2 ദശാബ്ദക്കാലം ഉണ്ടായ വളർച്ചയുടെ ഗുണഫലങ്ങളെല്ലാം സമൂഹത്തിലെ ജനസംഖ്യയുടെ 1% ആളുകൾ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. There will be an eruption of the poor in this country. ഈ നിലയിൽ പോയാൽ ഇവിടെ ഒരു ദരിദ്രൻ്റെ പൊട്ടിപ്പുറപ്പെടലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇവിടെ എന്താണ് ചർച്ചിൻ്റെ റോള്? നമ്മുടെ ചെറിയ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. ആ ചർച്ചിൻ്റെ റോൾ ഒരു നീതിയുള്ള സമൂഹം. വി ഹാവ് ടു ഹാവ് എ ജസ്റ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി സൊസൈറ്റി. നമ്മുടെ ഇടവകയ്ക്ക് ചുറ്റും ആരെങ്കിലും പോഷകാഹാരമില്ലാതെ, ഭക്ഷണമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, ഡീസൻറ്റ് ഹൗസിംഗ് ഇല്ലാതെ, ആരോഗ്യമില്ലാതെ കഴിയുന്നുണ്ടോ? നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ടുകൾ നോക്കിയാൽ നമുക്ക് കാണാം. ഉള്ള സ്റ്റാർക്ക് റിയാലിറ്റീസാണ്. അതുകൊണ്ട് സഭ ഒന്നാമത് വളരെ ഒരു റെസിസ്റ്റൻസിൻ്റെ ചർച്ചയായിരിക്കണം. രണ്ടാമത് സഭ പാവപ്പെട്ടവരുമായിട്ട് ഏകീകരിക്കണം. മൂന്നാമതായി ഹ്യൂമനിസ്റ്റിക്കായി ഒരു മാനവികത, ഒരു പുതിയ മാനവികത. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് CSRS ധാരാളം കൺസൾട്ടേഷൻസ് നടത്തിയിരുന്നു. ക്രിസ്ത്യാനികൾ ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഇവിടെ. ഹിന്ദു കമ്മ്യൂണിറ്റി വളരെ ഭൂരിപക്ഷമുള്ള ഒരു സമൂഹത്തിൽ എന്താണ് ഈ ക്രിസ്ത്യൻസിൻ്റെ റോൾ? CSRSൻ്റെ ഈ കൺസൾട്ടേഷൻസിൽ അവർ പറഞ്ഞത് ക്രിസ്ത്യൻസ് ഷുഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പൊളിറ്റിക്കൽ പ്രോസസ് ഓഫ് ദ കൺട്രി. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഈ ക്രിസ്ത്യാനികൾ പങ്കെടുക്കണം, അഭിപ്രായങ്ങൾ പറയണം. 2 മിഷണറി കോൺഫറൻസസ് നടന്നു. മദ്രാസ് താമ്പരം മിഷണറി കോൺഫറൻസും ഡൽഹി മിഷണറി കോൺഫറൻസും ആ ദശകത്തിൽ 1950കളിൽ. അവന് മുമ്പിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം, മഹാഭൂരിപക്ഷം മറ്റു മതസ്ഥരുള്ള ഈ സമൂഹത്തിൽ എന്താണ് ക്രിസ്ത്യാനികളുടെ ധർമ്മം? ഈ 2 മിഷണറി കോൺഫറൻസും പറഞ്ഞു, യേശു കർത്താവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, പക്ഷേ അവരുമായി വാദിച്ച് ജയിക്കാനല്ല, അവരുമായി തർക്കിക്കാനല്ല, അവരെ നമ്മൾ നമ്മുടെ സഹോദരന്മാരും സഹോദരികളുമായി കണ്ടുകൊണ്ട് അവരുടെ വിശ്വാസത്തെയും നമ്മൾ ആദരിക്കണം എന്നാണ് പറഞ്ഞത്. വി ഹാവ് ടു ഹാവ് എ സെക്യുലർ സൊസൈറ്റി. ഒരു മതേതര സമൂഹമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് മൂന്നാമത് ഒരു പുതിയ മാനവികത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ മാനവികത. ഡോക്ടർ എം തോമസ് പറയുന്ന പോലെ ന്യൂ ഹ്യൂമാനിറ്റി ഇൻ ക്രൈസ്റ്റ്. നിസ്വരും
സ്വത്തുള്ളവരും വിവിധ ജാതികളിൽപ്പെട്ടവരും വിവിധ മതങ്ങളിൽപ്പെട്ടവരും വിവിധ ദേശങ്ങളിൽപ്പെട്ടവരും യേശു കർത്താവ് വന്ന് സ്വന്തമായി ഇസ്രായേലിനെ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിക്കണം എന്ന് ഇസ്രായേൽ ജനത പലപ്പോഴും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാപ്പനച്ചൻ പറയുന്നത് യേശു കർത്താവ് വന്നത് ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിക്കാനായിരുന്നില്ല. എല്ലാ ദേശരാഷ്ട്രത്തിൻ്റെ അതിർത്തികളെ അതിലംഘിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു യേശു കർത്താവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ മാനവികതയിലേക്ക് നമുക്ക് സഭ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആധുനിക സമൂഹത്തിൽ സഭയ്ക്ക് സംഗതമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കൂ. So church has to be a movement of resistance, it has to be liberative, and it has to be humanistic. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ചർച്ച് ഹിസ്റ്ററി ഉദ്ധരിച്ചുകൊണ്ട് ആശംസ അറിയിച്ച ഡോക്ടർ വർഗീസ് ജോർജ് സർ, താങ്ക് യു. ഡോക്ടർ ജോർജ് മാത്യു ന്യൂഡൽഹിയിൽ താൻ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൻ്റെ ചെയർമാനും CEO-യുമായി പ്രവർത്തിക്കുന്നു. 1960കളുടെ മധ്യത്തിൽ തിരുവനന്തപുരത്ത് സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ സെക്രട്ടറിയായും ബാംഗ്ലൂരിലെ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം ബാംഗ്ലൂർ എക്യുമെനിക്കൽ സെൻട്രൽ പ്രോഗ്രാം സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ബിരുദം നേടി ദേശീയ അന്തർദേശീയ തലത്തിൽ ധാരാളം സംഭാവനകൾ നൽകിയ ഡോക്ടർ ജോർജ് മാത്യുവിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുമേനി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സമയത്ത് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് അഭിനന്ദനങ്ങൾ. ഈ സമയത്ത് ആവശ്യമുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം ഇവിടെ രചിച്ചിരിക്കുന്നത്. ഈ സമയത്ത് വളരെ ആവശ്യമുള്ള ഒരു പുസ്തകമാണ്. നമ്മുടെ ചിന്തകളെ ഉയർത്തുന്ന ഒരു പഠന പുസ്തകമാണിത്. നമ്മുടെ ചിന്തകളെ ഉയർത്തുവാനായിട്ട് കഴിവുള്ള ഒരു പഠന പുസ്തകമാണിത്. ഈ പുസ്തകത്തിന് പ്രേരകമായവരിൽ ചില പേരുകളുണ്ട്. തിരുമേനി, ഈ പുസ്തകത്തിന് പ്രേരകമായവരിൽ ചില പേരുകളുണ്ട്. ആരൊക്കെയുടെ പേരുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ M.M. തോമസ്, ഡോക്ടർ S. കാപ്പൻ, പിന്നെ P. ഗോവിന്ദപിള്ള, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവരെയാണ് പ്രത്യേകം ജോൺ സാമുവൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും ഈ പറഞ്ഞ പേരുകൾ വളരെ വളരെ എന്നെ ഉയർത്തുവാൻ സഹായിച്ചതായിട്ടുള്ള പേരുകളാണ്. M.M. തോമസ് മുതൽ ഫാദർ കാപ്പൻ വരെ. ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില ആശയങ്ങൾ ഓർക്കുകയാണ്. ഒന്ന്, ദൈവം തൻ്റെ ജനത്തിൻ്റെ മേലേക്കായ്മ ഏറ്റെടുക്കുന്ന സമയം സമാഗതമായിരിക്കുന്നു. ആ സുവാർത്ത വാഹനകനായി യേശുവിനെ 4 ഗോസ്പലുകളിലും ചിത്രീകരിക്കുന്നുണ്ട്. ദൈവരാജ്യ അനുഭവം തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ പ്രകടമാക്കുക, ആ അനുഭവത്തിലേക്ക് ജനങ്ങളെ നിരന്തരം ക്ഷണിക്കുക. മോറോവർ 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിനെ സവാർത്തയായും സദ്വാർത്തയായും ദൂതവാഹനായും ചിത്രീകരിക്കുന്നു. ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യത്വം കൈക്കൊണ്ടു സമ്പൂർണ്ണ സമുദ്ധാരണത്തിന് ദൈവത്താൽ നിയുക്തനായി. ഐ റിപ്പീറ്റ്, ക്രിസ്തു
സമ്പൂർണ്ണ മനുഷ്യത്വം കൈകൊണ്ടു. ഇന്ന് മനുഷ്യത്വമുണ്ടോ? സമ്പൂർണ്ണ സമുദ്ധാരണത്തിന് ദൈവത്താൽ നിയുക്തനായി. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും, ആ സൃഷ്ടി പുതിയ മാനവികതയുടെ തുടക്കമാവുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നുവെന്ന് യെശയ്യാവ് പ്രവചിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഇന്ന് ഭൂമിയിലെയും സമ്പത്തിനെയും ഭൗമ സമൂഹങ്ങളിലെയും കൊള്ളയടിച്ചിരുന്ന് ചൂഷണം ചെയ്യുന്ന സാമ്രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ ശബ്ദമായിരുന്നു, അതിനെതിരായിട്ടുള്ള ഒരു വലിയ ശബ്ദമായിരുന്നു ഈ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ഇത് ഇന്നും നമ്മുടെ ഒരു വെല്ലുവിളിയാണ്. ഇന്ന് ടെലിവിഷൻ തുറക്കുക, ഏതെങ്കിലും വാർത്തകൾ നോക്കുക, എന്താണ് ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത്? നമുക്ക് ശരിക്കും ഉറങ്ങുവാനൊക്കുമോ ആ രാത്രിയിൽ? എത്ര മനുഷ്യരാണ് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്? അത് ഇന്നും നമ്മുടെ ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ നമുക്ക് എങ്ങനെ നേരിടുവാൻ സാധിക്കും? അത് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. കൺഗ്രാജുലേഷൻസ് ജോൺ സാമുവൽ. താങ്ക് യു. ദൈവരാജ്യ അനുഭവത്തിലൂടെ ജനങ്ങളെ നിരന്തരം ക്ഷണിക്കുക എന്ന ആഹ്വാനത്തോടെ ആശംസ അറിയിച്ച ഡോക്ടർ ജോർജ് മാത്യു സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ചെങ്ങന്നൂർ കോളേജിലെ ലീഡിംഗ് അഡ്വക്കേറ്റ്, കോടതിയിലെ ലീഡിംഗ് അഡ്വക്കേറ്റും രാഷ്ട്രീയത്തിലും സഭയിലും ശ്രദ്ധേയമായ സേവനങ്ങളും നേതൃത്വവും നൽകുന്ന ശ്രീ റോയ് ഫിലിപ്പ് സാറിനെ വോട്ട് ഓഫ് താങ്ക്സിനായി ക്ഷണിക്കുന്നു. His Grace Isaac Mar Felix Tirumeni, His Lordship Justice Rick Joseph Sir, Dr. M.A. Uman Sir, Dr. Mary George Madam, Dr. Varghese George Sir, Dr. George Matthew Sir, ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സുഹൃത്തുക്കളെ, ഏതാണ്ട് സമാപന ഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. വൃക്ഷത്തെ അറിയുന്നത് ഫലം കൊണ്ടാണ്. ഈ പുസ്തകത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ജോർജ് സാമുവൽ സാറിൻ്റെ ജീവിതത്തെയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ദർശനത്തെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തെയും ആണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പ്രൗഢഗംഭീരമായ ഒരു വേദിയിലാണ് നമ്മൾ ഉപവിഷ്ടരായിരിക്കുന്നത്. അഭിമന്യ തിരുമേനി ഈ പുസ്തക പ്രകാശനം നടത്തിക്കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഐസക് മാർ ഫീലക്സിനോസ് തിരുമേനിയോട് ജോർജ് സാമുവൽ സാറിനും ഞങ്ങൾ സുഹൃത്ത് വലയത്തിനുമുള്ളതായ ഈ സമ്മേളനത്തിൻ്റെ പേരിലുള്ളതായ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ജസ്റ്റിസ് സിറേഖ് ജോസഫ് സാർ, അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിയത് ജോൺ സാമുവൽ സാറുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലാണ്. വളരെ സരസമായി, വളരെ ഈ പുസ്തകത്തിൻ്റെ ദർശനങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അദ്ദേഹം പുസ്തകത്തെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തോടുള്ളതായ ഏറ്റവും ഹൃദയം നിറഞ്ഞതായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഡോക്ടർ M.A. ഉമ്മൻ സാർ എൻ്റെ നാട്ടുകാരനാണ്, വെൺപണി സ്വദേശിയാണ്. അദ്ദേഹത്തെ ഇവിടെ കാണുമ്പോൾ അദ്ദേഹം ഈ സാമൂഹ്യ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിൽ പ്രശോഭിക്കുന്നത് കാണുമ്പോൾ ഒരു വെൺമണിക്കാരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നുകയാണ്. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ വകവയ്ക്കാതെ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നു. നമുക്ക് അനുഗ്രഹീതമായ ഒരു പ്രഭാഷണം നൽകി നമ്മെ അനുഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട M.A. ഉമ്മൻ സാറിന് എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് അദ്ദേഹത്തോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഡോക്ടർ മേരി ജോർജ് മാഡം, ഞാൻ പറയുന്നത് ഗർജിക്കുന്ന പെൺപുലി എന്നാണ് പറയുന്നത്. അത്തരത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് കത്തി ശോഭിക്കുന്നതായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മേരി ജോർജ് മാഡം. അദ്ദേഹവും നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആവശ്യമായ പഠന നടത്തി നമ്മോട് സംസാരിച്ചു.
ബഹുമാനപ്പെട്ട മേരി ജോർജ് മാഡത്തോടുള്ളതായ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഡോക്ടർ വർഗീസ് ജോർജ് സാർ എൻ്റെയൊക്കെ ഗുരു സ്ഥാനീയനാണ് ബഹുമാനപ്പെട്ട സാറ്. അദ്ദേഹം വളരെ ഒരു പണ്ഡിതനാണ്, സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് ഈ യോഗത്തിൻ്റെ പേരിലുള്ളതായ കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ജോർജ് മാത്യു സാർ, അദ്ദേഹവും ജോർജ് ശാമുവൽ സാറിൻ്റെ സുഹൃത്തും സ്നേഹിതനുമാണ്. ബഹുമാനപ്പെട്ട സാറും നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആവശ്യമായ നേതൃത്വം നൽകി. ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ബഹുമാന്യരായ നിരവധിയായ അച്ഛന്മാരുണ്ട്. ഡോക്ടർ കെ ശലോമോൻ അച്ഛൻ, AT തോമസ് അച്ഛൻ, റവറൻ M വർഗീസ് അച്ഛൻ, റവറൻ KC ജോർജ് അച്ഛൻ, റവറൻ ബിജു S ചെറിയാൻ അച്ഛൻ, റവറൻ M വർഗീസ് അച്ഛൻ, റവറൻ സുനിൽ M ജോൺ അച്ഛൻ, ഈ ബഹുമാന്യരായ അച്ഛന്മാരോട് ഉള്ളതായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിന് അനുഗ്രഹീതമായി മനോഹരമായ ഗാനം ആലപിച്ച മാർത്തോമ കൊയർ പാറ്റൂർ മാർത്തോമ ഗായക സംഘത്തോട് ഉള്ളതായ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ജോൺ ശാമുവൽ സാറിൻ്റെ സ്നേഹിതനും രാഷ്ട്രീയ സുഹൃത്തുമായ ശ്രീ സതീഷിനോടുള്ളതായ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇതിലൊക്കെ ഉപരിയായി ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയതായ മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയോട് ഉള്ളതായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പുസ്തകം ഇനി ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായ നിങ്ങൾ ഓരോരുത്തരോടും ഉള്ളതായ വളരെ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് എനിക്കറിയാം. എല്ലാവരോടും ഉള്ളതായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കോമ്പയറിംഗ് നടത്തി നമ്മെ സഹായിച്ചത് ശ്രീമതി ദീദി ഷാജി അവരുകളാണ്. ബഹുമാനപ്പെട്ട ദീദി ഷാജി അവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൽ വ്യാപരിച്ചതായ ദൈവകൃപയ്ക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സർ. ബെനഡിക്ഷനായി ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പായെ ക്ഷണിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകപുത്രൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളോടു കൂടിയും പ്രത്യേകിച്ച് ജോൺ സാമുവലിനോട് കൂടിയും കുടുംബാംഗങ്ങളോട് കൂടിയും ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. പുസ്തകം സെയിലിനായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ജോൺ സാമുവലങ്ങളിനെ സമീപിച്ചാൽ അത് ലഭിക്കും. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.